മുകേഷ് എംഎൽഎക്കെതിരായ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിനെതിരായ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന കുറ്റപത്രം. പരാതിക്കാരിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്ന് SIT വ്യക്തമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, എന്തൊക്കെയാണ് മുകേഷിനെതിരായ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്? ദൃശ്യ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ പറയുന്നത് മുകേഷിനെതിരെ കൃത്യമായ തെളിവുകൾ, അത് സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളുമുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ആ ഡിജിറ്റൽ തെളിവുകളിൽ ഈ നടിയുമായുള്ള ചാറ്റ്, അത് ഇമെയിൽ വഴിയുള്ളതും അതോടൊപ്പം തന്നെ വാട്സപ്പ് വഴിയുള്ളതുമായ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ സന്ദേശങ്ങൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളാണ് ഉള്ളത്. ആ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അത് കൃത്യമായ മുകേഷിനെതിരെയുള്ള തെളിവുകളാണെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മുകേഷിനെതിരെയുള്ള രണ്ടാമത്തെ കുറ്റപത്രമാണ്. നേരത്തെ ഒരെണ്ണം തൃശ്ശൂർ കോടതിയിലും സമർപ്പിച്ചിരുന്നു. ഇത് മരട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുകേഷിനെതിരെ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ വലിയ രാഷ്ട്രീയമായ കൊള്ളക്കം വരെ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇത്. കാരണം കൊല്ലം MLA കൂടിയായ മുകേഷിന് രാഷ്ട്രീയമായ ഒരു ഇതിൽ സംരക്ഷണം ഒരുക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നടി പലപ്പോഴും ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ കേസിൽ നിന്ന് തന്നെ പിന്മാറുന്നു എന്നുവരെ പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. ഇതിനെയൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, മുകേഷിനെതിരെ കൃത്യമായ തെളിവുണ്ടെന്ന്. എന്നാൽ ഇതിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണെന്നത് കണ്ടറിയേണ്ടതാണ്. എന്തു തന്നെയായാലും സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നടി പരാതിയുമായി രംഗത്തെത്തിയത്. ഈ നടി നൽകിയ പരാതിയിൽ മറ്റു പലർക്കുമെതിരെ ഇടവേള ബാബു, മണിയൻപിള്ള രാജു അടക്കമുള്ള നടന്മാർക്കെതിരെയും പരാതി ഉണ്ടായിരുന്നു. ഇതിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ 7 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ 2 എണ്ണം മുകേഷിനെതിരെയാണ്. മുകേഷിനെതിരെ ഉള്ള മരട് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിന്റെ കുറ്റപത്രമാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ദൃശ്യ സുധീഷ്, ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാകാനാണ് സാധ്യത? സ്വാഭാവികമായും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വിചാരണയിലേക്ക് നീളണം. എന്നത്തേക്ക് വിചാരണ ആരംഭിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കുന്നത്. കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീയതി നിശ്ചയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത്. അതിൽ നടിയെയും മുകേഷിനെയും മറ്റ് സാക്ഷിമൊഴികൾ നൽകിയിട്ടുള്ളവരെയും അത് എല്ലാം തന്നെ വിചാരണയിൽ കൊണ്ടുവരും. കോടതിയിൽ വിളിച്ചു വരുത്തി അവരിൽ നിന്നും മൊഴി ശേഖരിക്കുകയും ഇത് സംബന്ധിച്ച് പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും ഭാഗങ്ങൾ അഭിഭാഷകർ അവിടെ സമർപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടികളിലേക്ക് ഇനിയും കടക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളിലടക്കം ഉള്ളതിൽ ശാസ്ത്രീയമായ വിശകലനവും ഉണ്ടാവും. ആ രീതിയിൽ ഇതിൻ്റെ വിചാരണയിലേക്ക് ഇനിയും കേസ് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യ കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. മുകേഷ് MLAക്കെതിരെയാണ് പീഡന കേസിൽ അന്വേഷണ സംഘം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്.